നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇഡിയെ തൊട്ടവന്മാരെ ഒന്നൊന്നായി പൂട്ടിയിരിക്കുന്നു. തൊട്ടവന്മാരെയല്ല, തൊടിയിച്ചവന്മാരെ മുതൽ ഇനി തുടങ്ങുകയാണ്. അങ്ങ് തലതട്ടു മുതൽ ഇങ്ങ് താഴെ വരെയുള്ള ശ്രേണി പരിശോധിച്ച് ഓരോന്നോരോന്നായി അകത്തിടാൻ തന്നെയാണ് ഇഡിയുടെ നീക്കം. ഇഡിയല്ല, ഇപ്പോൾ കോടതി ഇതാ നേരിട്ടിറങ്ങി എല്ലാത്തിനെയും തൂക്കി അകത്തിടണം, ചെയ്യിച്ചവന്മാരെയും ചെയ്തവന്മാരെയും ഒക്കെ അകത്തിടണം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്കറിയാം, ഇഡിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അന്ന് പിണറായി വിജയന്റെ വീടിനകത്ത് ഇഡി റെയ്ഡ് നടക്കുന്നതിന് തലേ ദിവസം രാത്രി യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലായി ഒരു വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. SFIയും KSUവും തമ്മിലുള്ള പ്രതിഷേധം കയ്യാങ്കളിയാകുന്നു, തർക്കമാകുന്നു, വഴക്കാകുന്നു, ബഹളമാകുന്നു. നമ്മുടെ തീപ്പൊരി നേതാവ് റഹീം ഇറങ്ങുന്നു. ആവേശഭരിതമായി അവർക്ക് ഒരു പ്രചോദനം കൊടുക്കുന്നു, അനാവശ്യ പ്രചോദനം കൊടുക്കുന്നു. അതേ പ്രചോദനം അവർ കണ്ടുകൊണ്ട് പിറ്റേ ദിവസവും ഇറങ്ങുകയാണ് ഇഡിയെ തല്ലിച്ചതയ്ക്കാൻ. അന്ന് റഹീം പറഞ്ഞ ആ പ്രതികരണം കേൾക്കാം, ശേഷം മറ്റു വാർത്തയിലേക്ക് പോകാം. ഞങ്ങളുടെ ജനകീയ നേതാക്കളെ കാണേണ്ടതില്ല, അതാണ് പറഞ്ഞത്. നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. സഖാവ് പിണറായിയെ ഉന്നം വയ്ക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഉന്നം വയ്ക്കുന്നതാണ്. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ, സംഘപരിവാരത്തെ, അതിനെതിരെ പ്രതിരോധം തീർക്കുന്ന ഈ മതനിരപേക്ഷ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. അതിശക്തമായ പ്രതിരോധം ഇത് സംബന്ധിച്ച് ഉയർന്നു. ശ്രീ VD സതീശൻ വല്ലാതെ ചിരിക്കുന്നുണ്ടാകും, കോൺഗ്രസ് ചിരിക്കുന്നുണ്ടാകും. തുടർച്ചയായി കേരളത്തിൽ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ടിയിരുന്ന ഒരേ ഒരു കാര്യം, ഇഡി എന്തുകൊണ്ട് പിണറായിയെ തേടി വരുന്നില്ല എന്നതായിരുന്നു. എന്തുകൊണ്ട് ഇഡി ഇത്രയും ദിവസം കാത്തിരുന്നു എന്നും ഇപ്പോൾ വ്യക്തമാണ്. ആരൊക്കെ തമ്മിലാണ് ഡീൽ ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്ന് കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. ഈ സന്ദർഭത്തിൽ സംഘപരിവാർ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കോൺഗ്രസും സംഘപരിവാറും ഒരുമിച്ചു ചേർന്നോ ഈ ചെങ്കൊടിയെ ഒന്ന് തൊഴാൻ വന്നു നോക്ക്. അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം അതിൻ്റെ റിസൾട്ട്. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. കേരളത്തിലെ സംഘടിതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുവജന പ്രസ്ഥാനവുമെല്ലാം ഒരുമിച്ചു നിന്ന് ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ, സംഘപരിവാരത്തിൻ്റെ ഈ അമിതാധികാര പ്രയോഗത്തിനെതിരെ, രാഷ്ട്രീയ നീക്കത്തിനെതിരെ അതിശക്തമായി പ്രതിരോധിക്കും. ഒരു ഇഞ്ച് പിന്നോട്ട് പോകില്ല. എന്തായാലും ഈ പ്രതികരണം കേട്ട് കഴിഞ്ഞല്ലോ. ഇനി കോടതിയുടെ നിലപാട് നോക്കാം. സംസ്ഥാനത്ത് കള്ളപ്പണ, സാമ്പത്തിക ക്രമക്കേട് കേസുകളിൽ അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആസൂത്രിതമായി ആക്രമിച്ചതിന് പിന്നിൽ CPM നേതൃത്വത്തിന്റെ കൃത്യമായ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപണം വരുമ്പോൾ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് ഇഡിയുടെ ഈ ആരോപണം ഉയരുന്നത്. പ്രസംഗങ്ങളിലൂടെയും മറ്റും അണികളെ ഇളക്കിവിട്ടത് CPM നേതാക്കളാണെന്നാണ് ഇഡി പറയുന്നത്. ഇനി മറ്റൊരു CPM നേതാവിന്റെ പ്രസംഗം കേൾക്കാം. ഇപ്പോൾ നടക്കുന്ന റെയ്ഡ് എന്ന് പറയുന്നത് നഗ്നമായ രാഷ്ട്രീയ വേട്ടയാടലാണ്. കോൺഗ്രസും BJPയും കൂടി നടത്തുന്ന ഒത്തുകളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം ഈ റെയ്ഡിനെ കാണാൻ വേണ്ടി. ഇന്നലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിലെത്തുന്നു. അതിനു മുമ്പ് ഹൈക്കമാൻഡ് നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്ന് എന്തുകൊണ്ട് പിണറായി വിജയനെ വേട്ടയാടുന്നില്ല, അദ്ദേഹത്തിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നില്ല, ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒത്തുകളി ദൃശ്യമായിരുന്നു. ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കേജ്രിവാൾ എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തീഹാറിലടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചത്, ഗൂഢാലോചന ചെയ്തത്, അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത്. പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തിൽ തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയൊരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPMനെ നയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസ് കൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവറ്റുകൊട്ടയിലെറിഞ്ഞ ലാവലിംഗ് കേസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടല് എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPMനെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത്
ഈ റെയ്ഡിന്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത് നന്ന്. ഉന്നത നേതാക്കൾ ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് ഇത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ നേതാക്കൾ അണികളെ പ്രേരിപ്പിച്ചു. ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. CPM സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ട് ED നിലപാട് എടുത്തിരിക്കുകയാണ്. സാഹചര്യ തെളിവുകളിൽ ഇക്കാര്യം വ്യക്തം. നേതാക്കളുടെ പ്രസംഗം ED പ്രത്യേകം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരള ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും സർക്കാരിലെയും ഉന്നതരിലേക്ക് നീങ്ങുന്നത് തടയാൻ CPM ബോധപൂർവം ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തിയത്. റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കണമെന്ന ആവേശവും ശക്തമായിട്ടുണ്ട്. CPM നേതാക്കൾ നടത്തിയ പ്രകോപനപരമായ പ്രസംഗങ്ങളിലൂടെയാണ് അണികളെ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണത്തിന് ഇറക്കിവിട്ടതെന്ന് ED വ്യക്തമാക്കുന്നു. ശിവൻകുട്ടിയുടെ പ്രതികരണം കേൾക്കാം. പ്രതിഷേധം ഉണ്ടായെന്നുള്ള കാര്യം ശരിയാണ്. ആ പ്രതിഷേധത്തെ ഒട്ടും വകവയ്ക്കാതെയും മാനിക്കാതെയും പിന്നെ ED-ക്കാർ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്ന അവരുടെ നേരെ വാഹനം കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഒരു സംഘർഷം ഉണ്ടായി. അതിൽ പ്രശ്നം ഉണ്ടായവരെ പിടിച്ചോട്ടെ പോലീസ്. ഇപ്പോൾ ചെയ്തെന്താ, 100ഓളം വരുന്ന വീടുകൾ പോലീസ് റെയ്ഡ് ചെയ്തിരിക്കും. സെർച്ച് വാറണ്ട് ഇല്ലാതെയാണ് പോലീസ് റെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. ആൾക്കാരുടെ വീടുകളിലും അവരുടെ രക്ഷകർത്താക്കളെയും തന്നെ ഭീഷണിപ്പെടുത്തുന്ന നയം സ്വീകരിച്ചാൽ അത് ശക്തമായി തന്നെ അതിനെ ചെറുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാവും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയതിനു ശേഷമാണ് ഇത്രയും പെട്ടെന്നുള്ള ക്വിക്ക് ആക്ഷൻ നടന്നതെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ബലികുടീരങ്ങളെ, അതുപോലെ തന്നെ ഈ CPM-ന്റെയും SFI-യുടെയും ഒക്കെ തന്നെ ഈ പാട്ടുകൾ, ആവേശഭരിതമാക്കുന്ന പാട്ടുകൾ, മുദ്രാവാക്യങ്ങൾ, ഇവയെല്ലാം തന്നെ ആവേശഭരിതമാക്കും. അത് അടിക്കട എന്ന് പറഞ്ഞാൽ കൊന്നുകൊണ്ടുവരാൻ അല്ലെങ്കിൽ കൊന്നുവരാൻ ധൈര്യം കാണിക്കുന്ന അണികളാക്കി അവരെ മാറ്റാൻ ഇവരുടെ എല്ലാവരുടെയും ആ കടിച്ച പൊട്ടാത്ത വാക്കുകളിലും ആവേശത്തിലും ഉണ്ടെന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ ഇതാ കോടതി കയറി നിൽക്കുന്നത്. തുടർച്ചയായ പ്രസംഗങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും കേന്ദ്ര ഏജൻസികൾക്കെതിരെ അണികളിൽ വിദ്വേഷം നിറയ്ക്കാനും അവർ എത്തുമ്പോൾ കായികമായി നേരിടാനും സംസ്ഥാന നേതാക്കൾ തന്നെ നേരിട്ട് പ്രേരിപ്പിച്ചതിന് വ്യക്തമായ സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് ED കോടതിയെ ധരിപ്പിച്ചു കഴിഞ്ഞു. ആക്രമണം നടന്ന ദിവസത്തെ സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഗൂഢാലോചനയിലെ ഉന്നത നേതാക്കളുടെ പങ്ക് പൂർണ്ണമായി വ്യക്തമാണെന്നും ഏജൻസി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പാർട്ടിയിലെയും മുൻ LDF സർക്കാരിലെയും അതീവ ഉന്നതരിലേക്ക് നീങ്ങുന്നത് തടയാൻ CPM ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആക്രമണമാണ് ഇത്. റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ വൻ ജനക്കൂട്ടത്തെ ഉപയോഗിച്ച് വളഞ്ഞിട്ട് ആക്രമിച്ച സംഭവത്തിൽ സാധാരണ ആക്രമണത്തിനപ്പുറം വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഗൂഢാലോചനയുണ്ടെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. എന്തായാലും ആ ആക്ഷേപത്തിന് പിന്നാലെയാണ് കോടതിയിലെ നിലപാട്. എന്തായാലും വരിവരിയായിട്ട് റഹീം, ബ്രിട്ട, ശിവൻകുട്ടി അടക്കമുള്ളവർ കോടതി കയറും ജയിലിൽ കയറുമെന്ന കാര്യമാണ് ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുന്നത്. കാത്തിരുന്ന് കാണാം എന്തൊക്കെ നടക്കുമെന്ന്.